കോതമംഗലം വടാട്ടുപാറ പല്ലവൻപടിയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. കാലടി മല്ലശ്ശേരി സ്വദേശിയായ അബു ഫൈസും ആലുവ എടത്തല സ്വദേശിയുമായ സിദ്ദിഖാണ് ഈ 2 പേരാണ് മരിച്ചത്. പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് ഈ അപകടമുണ്ടായത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, നല്ല ആഴമുള്ള ഭാഗമായിരുന്നു ഇത്. ഇവിടെ പൊതുവെ ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ? ആര്യ, ഉച്ചയോടുകൂടിയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 22-കാരനായ ഒരു യുവാവിനും 38 വയസ്സായ മറ്റൊരാൾക്കുമാണ് ജീവൻ നഷ്ടമായത്. ആലുവയിൽ നിന്ന് 3 വാഹനങ്ങളിലായാണ് ഈ സംഘം ഇന്ന് വടാട്ടുപാറയ്ക്കടുത്ത് പലവൻപടിയിൽ എത്തിയത്. കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇവർ 2 പേർ പുഴയിൽ പെടുകയായിരുന്നു. നല്ല ആഴമുള്ള പ്രദേശമാണ്, മാത്രമല്ല തണുപ്പുണ്ട്, ചുഴിയുമുണ്ട്. ഇവർക്ക് രക്ഷപ്പെട്ട് കയറി വരാൻ സാധിച്ചിരുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഇവരെ രക്ഷപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു എങ്കിലും അവർക്കും ഇവരെ രക്ഷപ്പെടുത്താനായില്ല. പിന്നീട് നാട്ടുകാരെത്തി തെരച്ചിൽ നടത്തി. നാട്ടുകാർക്കും രക്ഷപ്പെടുത്താനായില്ല. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് അപകടത്തിൽപ്പെട്ട 2 പേരെയും പുറത്തെടുത്തത്. ഇവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിൽപ്പെട്ട ഈ 2 പേരും പരസ്പര ബന്ധമുള്ള ആളുകളാണ്. ബന്ധുക്കളുടെ ഒരു സംഘമാണ് എത്തിയിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്ഥലത്ത് ഏതാണ്ട് 1 വർഷം മുൻപ് മറ്റൊരു അപകടമുണ്ടായിരുന്നു. എറണാകുളത്ത് ഇടമാണോ? പ്രദീപ്, ഈ സ്ഥലങ്ങൾ നേരത്തെയും ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സ്ഥലമാണോ? സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ നേരത്തെയും? അതെ, ഏതാണ്ട് 1 വർഷം മുൻപും ഇതേ സ്ഥലത്ത് തന്നെ അപകടമുണ്ടായി. ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നെത്തിയ ഒരു സംഘത്തിലെ 2 പേരാണ് അന്ന് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. അതിനുശേഷം ഇവിടെ മുന്നറിയിപ്പും ബോർഡുകളുമൊക്കെ പഞ്ചായത്ത് സ്ഥാപിച്ചിരുന്നു. ആദ്യം സ്ഥാപിച്ചിരുന്ന അപകട മുന്നറിയിപ്പ് ബോർഡ് കാട്ടാന തകർത്തു. പിന്നീട് ഏതാണ്ട് ഒരു 15 ദിവസം മുൻപ് വീണ്ടും ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. ഒരുപക്ഷേ ഈ അപകടത്തിൽപ്പെട്ടവർ ഈ ബോർഡ് കണ്ടില്ലായിരിക്കാം. അതല്ലെങ്കിൽ പ്രകൃതി കാണാനുള്ളൊരു താല്പര്യം കൊണ്ട് അല്പം കൂടി മുന്നോട്ട് പോയി പുഴയിൽ ഇറങ്ങിയതായിരിക്കാം. അങ്ങനെയാണ് ഇന്ന് ഉച്ചയോടുകൂടി അപകടമുണ്ടായി 2 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത്. കാലടി മല്ലശ്ശേരി സ്വദേശിയായ അബു ഫൈസ്, കൂടാതെ ആലുവയ്ക്കടുത്ത് എടത്തല സ്വദേശിയായ സിദ്ദിഖ് എന്നിവരാണ് മരിച്ചത്. ശരി, പ്രദീപ്.